അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരവസരത്തിൽ എന്നോട് പറഞ്ഞു, ബഷീറെ നിന്നെ എന്താ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു, അസീസ്ക്ക കാണാത്ത മറ്റൊന്നുമല്ല, ഭാര്യയുടെ കാലിൻ്റെ മുകളിൽ ഒരു ചെറിയ സൈക്കിൾ വീണു, അങ്ങനെ ചെറിയൊരു പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ടാണ് കാണാത്തത് നിങ്ങളങ്ങനെ നിസ്സാരമായിട്ട് പറയരുത്. കാരണം അങ്ങനെ ഭാര്യ കുറച്ച് ദിവസം ഒന്ന് കിടപ്പിലാകുക അല്ലെ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്വിച്ച് പാളിപ്പോയ പോലെയാണെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. ഈ മെയിൻ സ്വിച്ച് പാളിപ്പോയാൽ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഒന്ന് കേടായാൽ ആ ഭാഗം മാത്രം റിപ്പയർ ചെയ്താൽ മതിയല്ലോ. ഇത് മുഴുവൻ അങ്ങ് ബന്ധായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ എനിക്ക് ശരിക്കും അനുഭവത്തിൽ വന്ന 15 ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. കാരണം വെച്ചാൽ ഭാര്യ എന്ത് ചെയ്തു, ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ഓരോ ദിവസവും വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്താണ് ഈ സുഹൃത്ത് പറഞ്ഞത് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായിരുന്നു. അനുഭവപ്പെടാന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ എൻ്റെ ഉമ്മ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പെങ്ങന്മാരുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഒരു ഇളയ മകള് വീട്ടിൽ തന്നെ ടീച്ചർ കൂടിയായിട്ട് പോലും എൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു. ഇതൊക്കെ ചെയ്തു തരുന്നതാണ്. ഇവരെയൊന്നും വിസ്മരിച്ചു കൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഭാര്യ എന്ന് പറയുന്നത് അവർ വീട്ടിലില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ് എന്നുള്ളത് ശരിക്ക് അനുഭവിക്കുകയായിരുന്നു. നമ്മൾ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ, അത് എത്ര നല്ല വരികളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് ഭാര്യ അങ്ങ് പോയാലുണ്ടാകുന്നൊരു മാനസിക സംതൃപ്തി, അത് കിട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നളർത ഇലൈഹ സറത്ക, അവരിലേക്കൊന്ന് നോക്കിയാൽ തന്നെ നിന്റെ മനം കുളിരും, നിനക്ക് സന്തോഷമാകും എന്ന് പറഞ്ഞ അത് ഒഴിഞ്ഞു പോയാൽ, ഇല്ലാതായാൽ വലിയ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ ഭാര്യമാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ കണ്ട വിഷയങ്ങൾ വരുമ്പോഴാണ് മനസ്സിലാക്കുക. പലരും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, പുരുഷന്മാർ ആദ്യം മരണപ്പെട്ടു പോകണോ? കാരണം എന്താണ്, നമ്മളങ്ങാകെ പ്രയാസപ്പെട്ടു പോകും. മറ്റത് ഭാര്യ എന്താണ്, അത് പിന്നീടും എങ്ങനെയങ്ങ് പെൺമക്കളുടെ കൂടെ അവരുടെ കൂടെയൊക്കെ നിന്നിട്ട് കഴിഞ്ഞുകൂടി പോകും. വളരെ കൃത്യമാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ വളരെ നിർബന്ധമുള്ള സംഗതി തന്നെയാണ്. പലപ്പോഴും ഞാൻ തന്നെ ഉപയോഗിച്ച് വരുന്ന റൂമൊക്കെ അടച്ചിട്ട് പോയി രാത്രി കയറി വരുമ്പോൾ ഫാൻ അങ്ങനെ തന്നെ കറങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ കണ്ട സംഗതി പലപ്പോഴും എന്താണ്, കുളിച്ചിട്ട് പകുതിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മോട്ടർ കട്ടായിട്ട് വെള്ളം തീർന്നു പോയിട്ട് ഇങ്ങനെ കണ്ട പല അനുഭവങ്ങളും. അതല്ലാതെ തന്നെ അവരെ സാമീപ്യം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അത് വലിയ മനം കുളിർന്നത് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹു എല്ലാ ഭാര്യമാർക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.